അതെ, ഇന്ന് ലോക വായനാ ദിനമാണല്ലോ. അപ്പോഴേ എൻ്റെ അടുത്ത് കുറച്ച് ബുക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ടേ കുഞ്ഞുനാൾ തൊട്ടേ വായന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അന്നൊക്കെ ഞാൻ ഒത്തിരി ബാറ്റൺ ബോസിൻ്റെയും എന്താണ് കോട്ടയം പുഷ്പനാഥിൻ്റെയൊക്കെ സ്റ്റോറീസൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വായിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ആ ഒരു മേഖലയായി ബന്ധപ്പെട്ട സൈക്കോളജി സംബന്ധമായിട്ടുള്ള ബുക്സാണ് ഞാൻ ഒത്തിരി വായിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്തുള്ള ബുക്സ് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. 2-3 ബുക്ക് ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. ഇത് അത്യാവശ്യം നിങ്ങൾ വായിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇതിൽ ഒരു ബുക്കാണ് ദി സീക്രട്ട് എന്ന് പറയുന്നത്. ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് എന്തായാലും നിങ്ങളൊന്ന് വായിക്കണം. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒത്തിരി രഹസ്യങ്ങൾ ഈ ഒരു ബുക്സിൽ കൂടെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുക. ഇനി അടുത്തൊരു ബുക്സ് ഞാൻ പരിചയപ്പെടുത്താം. ഒത്തിരി ഉണ്ട് അതിൽ. അത് പറഞ്ഞപ്പോഴേ ഇത് കംപ്ലീറ്റ് എൻ്റെ ബുക്സ് അല്ല കേട്ടോ. ഇതിൽ ഇപ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒത്തിരി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ബുക്സ് തറവാട്ടിലായിപ്പോയി. പിന്നെ അവിടെ നിന്നെല്ലാം കൂടെ അത് ചെതലൊക്കെ പിടിച്ചു. ഞാൻ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ചെതലൊക്കെ പിടിച്ച് കുറേ എനിക്ക് നഷ്ടമായി. ഇപ്പോൾ എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വക്കീലിൻ്റെ ബുക്സാണ് കേട്ടോ. എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിൽ കണ്ടാൽ അവിടെ കയറും, എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങും, എങ്ങനെയെങ്കിലും അത് വായിച്ച് തീർക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ബുക്ക് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഇത് ഒരു സൂപ്പർ സംഭവമാണ്. ഇതും പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ അരുൺ ബി നായരുടെ വിഷാദ രോഗത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വായിക്കുക. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകണം, കൗൺസിലിംഗ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാനായിട്ടൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ. വിഷാദ രോഗം, അരുൺ ബി നായരുടേത് നല്ലൊരു ബുക്കാണ്. ഇനി വേറൊരു ബുക്കുണ്ട്, തിളക്കമാർന്ന വ്യക്തിത്വം, മനോഭാവം. ഇത് ജെഫ് കെല്ലറുടെ മനോഭാവം അതല്ലേ എല്ലാം. ശരിയാണല്ലോ. നമ്മുടെ മനോഭാവം മാറിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഒട്ടുമിക്ക കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് ലളിതമായ രീതിയിൽ ഈ ബുക്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഈ ബുക്സ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ പറയാച്ചതിലൊന്നും നല്ലതല്ലാത്തതെല്ലാം ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പം എന്തായാലും തിളക്കമാർന്ന വ്യക്തിത്വം നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ബുക്കാണിത്. TRS മേനോൻ എഴുതിയ ബുക്ക്. അങ്ങനെ ഒത്തിരി നല്ല ബുക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഓക്കെ, എന്തായാലും നിങ്ങളെ ഒരു കാര്യം തീരുമാനിക്കൂ. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്ക് വാങ്ങിയിട്ട് അത് വായിച്ചിട്ട് അതിൽ കൂടെ മനസ്സിലാക്കിയെടുക്കുക. നല്ല രസമല്ലേ? പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ലേ? ആ ശീലം നമുക്കൊന്ന് വീണ്ടും കൊണ്ടുവന്നാലോ? അതെ, നമ്മൾ ഈ ശീലങ്ങളിലേക്ക് വരുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും അത് ആവർത്തിക്കും. അവരിലും വായന എന്ന് പറയുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കും അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും വായന എന്ന് പറയുന്നൊരു ശീലത്തിലേക്ക് വരിക, വായിക്കും തോറും നമ്മൾ വളരും. ആ വളർച്ച മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മളുടെ നോളജ് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കാനും കൂടെ കഴിയണം. അപ്പോഴാണ് നമ്മുടെ അറിവിന് വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ലോക വായനാ ദിന ആശംസകൾ. താങ്ക് യു.